നമസ്കാരം. തെക്കുവടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ വി കെ ചെറിയാൻ ഡൽഹിയിൽ നിന്നും എൻ്റെ സീനിയർ സുഹൃത്ത് ശ്രീ മാധവൻകുട്ടി നാട്ടിൽ നിന്നും. ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തിരഞ്ഞെടുപ്പുകൾ, ഇന്ത്യയിലെ എല്ലാ തിരഞ്ഞെടുപ്പുകളിലും, കേന്ദ്രത്തിലാണേലും സംസ്ഥാനത്തിലാണേലും വലിയ ക്യാമ്പയിനുകൾ, മീഡിയ ക്യാമ്പയിനുകൾ ഇപ്പോൾ സാധാരണമായിരിക്കുകയാണ്. മാത്രമല്ല അതിൻ്റെ കൂടെ കുറേ ഈവൻറ്റ്സ് പാർട്ടികൾ സംഘടിപ്പിക്കാറുണ്ട്. അതിപ്പം ഇവിടെ പല ഗ്രൂപ്പുകളുടെ ആണെങ്കിലും അല്ലെങ്കിൽ ചില മീഡിയ ഈവൻറ്റ്സ്, ഇൻ്റർവ്യൂസ്, സ്പെഷ്യൽ ഇൻ്റർവ്യൂസ് ഫിലിം സ്റ്റാറുകളുമായിട്ട് ഒക്കെ ചെയ്യാറുണ്ട്. കേരളത്തിലും ഇത് ഏകദേശം വന്നിരിക്കുകയാണ്. പലരും വളരെ സിനിക്കലായിട്ട് ഇതിനെ പി ആർ എഫേർട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് സാർ, ഇവരൊക്കെ കൂടെ ചെയ്യുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ അജണ്ട സെറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. എന്റെ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് ഈ കെട്ടുകാഴ്ചകൾ കൊച്ചു വർത്തമാനത്തിന്റെ ഒരു മണ്ഡലത്തിലാണ് നിൽക്കുന്നത്. നമ്മളെ പോലെയുള്ള സ്വതന്ത്ര ബുദ്ധിജീവികൾക്കും ജനാധിപത്യ മാധ്യമ പ്രവർത്തകർക്കും ഈ കബളിപ്പിക്കലിൽ വീഴാൻ അവകാശമില്ല. നമുക്ക് പറ്റില്ല. വേറെ ആരെങ്കിലും അങ്ങനെ കബളിപ്പിക്കപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ പിണറായിയുടെ ആരാധകർ, അല്ലെങ്കിൽ ലാലേട്ടന്റെ ആരാധകർ ഇതെല്ലാം കണ്ട് ഇതിൽ എന്തെല്ലാമോ വലിയ മഹത്വം കാണാൻ അവർക്ക് അവകാശമുണ്ട്. പക്ഷെ എനിക്കും നിങ്ങൾക്കും സാധിക്കില്ല. കാരണം നമ്മൾ മാധ്യമ പ്രവർത്തകരാണ്. വർഷങ്ങളായി നമ്മൾ വിമർശന ബുദ്ധിയോടുകൂടി എന്തിനേയും സമീപിക്കാൻ ബാധ്യസ്ഥതയുള്ള സ്വതന്ത്ര മനസ്സുകളാണ്. അല്ലെങ്കിൽ ഇതുവരെയെങ്കിലും നമ്മൾ സ്വയം അങ്ങനെയാണ് കണക്കാക്കുന്നത്. അങ്ങനെയുള്ള ഒരാൾക്ക് പിണറായിയും ലാലേട്ടനും തമ്മിലുള്ള ചർച്ച എന്നെ പോലെ അടിമുട്ടി രാഷ്ട്രീയം, അതും ഇടതുപക്ഷ രാഷ്ട്രീയം, വർഷങ്ങളായി സ്വരൂപീകരിച്ചിരിക്കുന്ന ആശയ സംഹിത, മൂല്യ സംഹിത, നയപ്രശ്നങ്ങളിലുള്ള ഉത്കണ്ഠ, ആകാംക്ഷ, അദ്ദേഹത്തിന് അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക്, അങ്ങനെയുള്ള എന്നെ പോലത്തെ ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ലാലേട്ടനും പിണറായി വിജയനും തമ്മിലുള്ള കൊച്ചു വർത്തമാനം എന്നെ സ്വാധീനിക്കുകയില്ല. എനിക്ക് അതിനോട് അല്പം പരിഹാസം തന്നെയാണ്. അത് ഏറ്റവും ലക്ഷക്കണക്കിന് ലാലേട്ടൻ ഒരു BJP അനുഭാവിയാണെന്നുള്ളത് താങ്കളോട് ഞാൻ പറയണ്ടല്ലോ. അദ്ദേഹം സംഘപരിവാറിന്റെ സ്വന്തം സ്വത്ത് അമ്മയുടെ പേരിലുള്ള ഒരു ട്രസ്റ്റ് നടത്തുന്നത് വയനാട്ടിലെ RSS ആണ്. ഇതൊന്നും ഒളിച്ചു വെക്കേണ്ട കാര്യമല്ല. മോഹൻലാലിന് എന്തെങ്കിലും പരസ്യ രാഷ്ട്രീയമുണ്ടെങ്കിൽ അത് RSS അനുകൂല രാഷ്ട്രീയം തന്നെയാണെന്ന് ഞാൻ മാധ്യമ പ്രവർത്തകർ എന്നുള്ള ഞാൻ ഉറപ്പിച്ചു പറയുന്നു. അദ്ദേഹത്തെ പോലെ ആളുടെ വളരെ വളരെ ദുർബലമായ അഭിമുഖം, അദ്ദേഹത്തിന്റെ മുഖത്ത് ഒരു വികാരവും പ്രകടമാവുന്നില്ല. എന്നാൽ പിണറായി, നമുക്കറിയാവുന്ന പിണറായി തന്നെ, അദ്ദേഹത്തിന്റെ ചിരി പോലും സ്വതസിദ്ധമായ ചിരി. പിണറായി സ്വതസിദ്ധമായി പ്രകടനം. അവിടെയാണ് നമ്മളുടെ ചർച്ചയിലേക്ക് വരുന്നത്. അതായത് ഇന്നത്തെ സിറ്റുവേഷനിൽ ഇടതുപക്ഷം, CPM എന്ന പാർട്ടി പോലും ഈ ഒരു ബിൽഡപ്പ് അത്യാവശ്യമാണെന്ന് കരുതുന്നു. അതാണ് നമ്മൾ ഇതൊക്കെ കാണേണ്ടി വരുന്നത്. അതെന്താണെന്ന് വെച്ചാൽ, അത് തങ്ങൾ ഒരു വ്യത്യസ്തമായ പാർട്ടിയാണെന്ന് സ്വയം CPM ചിന്തിക്കുന്നില്ല ഇപ്പോഴും. തങ്ങൾ മറ്റു പാർട്ടികളിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യസ്തമാവുന്നത് എന്നതിനെ കുറിച്ചുള്ള പാർട്ടിക്കുള്ള സങ്കല്പം മാറിയിരിക്കുന്നു. അതാണ് യഥാർത്ഥ പ്രശ്നം. അതുകൊണ്ട് ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. താങ്കൾ എന്നെ അടുത്ത് ഒരു ഇടതുപക്ഷക്കാരനായി കരുതുകയാണെങ്കിൽ, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ഇലക്ഷൻ തോൽക്കലല്ല പ്രധാനം. ആ തോറ്റാലും തിരിച്ചു വരാൻ കഴിയുക എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം. അതാണ് നമ്മൾ ബംഗാളിലും ത്രിപുരയിലും കാണുന്നത്. തോറ്റതല്ല പ്രശ്നം. ഏത് പാർട്ടിയും തോൽക്കും.